ഔപചാരികതയില്ലാതെ അവതാരകനും മറുപടി പറയുന്ന ആളെന്ന് പറയുന്ന രണ്ട് തട്ടുകളില്ലാതെ ഉള്ളൊരു സംഭാഷണം ആയിരിക്കാം നല്ലത്. അതിലേക്ക് കടക്കുന്നു. മമ്മൂക്ക നമസ്കാരം. നമസ്കാരം. ഇങ്ങനെയാണ് തുടങ്ങാൻ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനം, ഞാൻ മമ്മൂക്കയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല, മമ്മൂക്കയിലൂടെ ചിലരെക്കുറിച്ച്, അല്ലെങ്കിൽ മമ്മൂക്കയിലൂടെ ഞാൻ ചിലരെ കൂടുതൽ വെളിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. വളരെ നമുക്കൊരു ഒട്ടും നാടകീയതയില്ലാതെ തന്നെ ഞാൻ ചോദിക്കാം. MT വാസുദേവൻ നായർ എന്താണ് ഓർമ്മകൾ? ആരാണ് മമ്മൂക്കയ്ക്ക്? ആരാണെന്നോ എന്താണെന്നോ ഒന്നും അങ്ങനെ വിശദീകരിക്കാനാവാത്തൊരു ആത്മബന്ധം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിനോട്. ഈ പറഞ്ഞ പോലെ വളരെ കാലം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ MTയുടെ കഥാപാത്രങ്ങളായിട്ട് കുറഞ്ഞ കാലത്തും ആ പ്രായമുള്ള കഥാപാത്രങ്ങളായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയും സ്വയം സങ്കല്പിക്കുകയും ആ സംഭാഷണ ശകലങ്ങൾ സ്വയം ഉരുവിടുകയും ഒക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ള ആളാണ്. എന്തോ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എന്താണ് പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഹമ്മദ് കുട്ടി. അങ്ങനെ പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു കാഴ്ച, എന്നെ അദ്ദേഹം ഒന്ന് രജിസ്റ്റർ ചെയ്യും, ഞാൻ അദ്ദേഹത്തെ ഒന്ന് ശരിക്കും നോക്കിക്കാണുകയും ചെയ്തു. പിന്നീടാണ് ജനശക്തി ഫിലിംസിൻ്റെ ഈ ദേവലോകം സിനിമ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന S രമേശൻ, എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരാൾ, അന്ന് ഈ സംഘാടകനിലൂടെ ഒരാളാണ്. അപ്പോൾ എൻ്റെ സിനിമ ഭ്രമം പുള്ളിക്കറിയാം. അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചത് അദ്ദേഹത്തിനോട്. അങ്ങനെയാണ് ദേവലോകത്തിലേക്ക് വിളിക്കുന്നത്. അന്നിപ്പോൾ ബഹുമാനിക്കണം, മുതിർന്നവരെ മുമ്പിൽ വീട് വലിക്കാൻ പാടില്ല എന്നൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നല്ല, അന്നത്തെ പറഞ്ഞ ഒരു നിഷേധീത്തരം ഉണ്ടല്ലോ. അതൊന്നും പുള്ളി ഗവനിക്കാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് വീഡിയോ എടുത്ത് വലിക്കും. അങ്ങനെ ഒരു സൗഹൃദം വീണ്ടും ഇതുപോലെ ഇരിക്കുകയും, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു അടുപ്പം കാണിക്കുകയും അദ്ദേഹത്തിനോട് കൂടി ഇരിക്കുകയും ഒരു സമപ്രായക്കാരൻ്റെ ലെവലിലേക്ക് ഞാനെങ്കിലും പലപ്പോഴും പ്രതിരോധത്തിൻ്റെ എപ്പോഴും ഇങ്ങനെ മറയുള്ള ആളാണ്. പക്ഷെ ഞാൻ അതിനെ അതിക്രമിച്ച അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വേലി പിടിച്ച അകത്ത് കടി, ആ വേലിയിലകത്താണ് ഞാനിപ്പോഴും. അതിനകത്ത് നിന്ന് എന്നെ പുള്ളി ഇതുവരെ അടിച്ച് പുറത്താക്കിയിട്ട് ഇന്നും MT വാസുദേവൻ നായരുടെ മനസ്സിൽ അടുത്ത സിനിമയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ജിജ്ഞാസയോടെ നോക്കിയിരിക്കുന്ന ആൾ മമ്മൂക്ക തന്നെയായിരിക്കും. അതെ, അതും. പക്ഷേ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. എന്നോട് പുള്ളി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ എനിക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു. അത് വലിയൊരു ഭയങ്കര കോംപ്ലിമെൻ്റാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ശേഷം അങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും, ഞാൻ ഒക്കെ നന്നാവും, അങ്ങനെ പറയുന്ന ഒരു ഗുരുതുല്യ. പിന്നെ ആ സംഭാഷണ രചനയുടെ റിഥം വളരെ എളുപ്പം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളും മമ്മൂക്കയാണെന്ന് അതും അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ MTയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് ഈ സംഭാഷണ രീതിയും അദ്ദേഹത്തിൻ്റെ രചനാശൈലിയോടും അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടിയോടും ഒക്കെയുള്ള ഒരു അടുപ്പവും പരിചയവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇങ്ങനെ തോന്നുന്നത്. ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ MT വാസുദേവൻ സിനിമ എഴുതുമെങ്കിലും അത് മറ്റാരും അറിയുന്നതിന് മുമ്പ് അപഹരിച്ചെടുക്കാനുള്ള ശ്രമവും നമുക്ക് നടത്തുമെന്ന് എനിക്കറിയാം. ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, മറ്റൊരു പ്രതിഭാശാലിയായ എഴുത്തുകാരനും സംവിധായകൻ്റെ കുറേയധികം സിനിമകളിൽ നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം അദ്ദേഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് പത്മരാജൻ്റെ വളരെ കുറച്ച് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും കൂടെവിടെ, അറപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിൽ, കൂടെവിടയിൽ വന്നു. കൂടെവിടെ ആദ്യം പുള്ളിക്കൊരു എന്നോടൊരു ആഭിമുഖ്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങനെ ആഭിമുഖ്യമില്ലാത്ത ആൾക്കാരെ ഈ പറഞ്ഞ പോലെ അതിക്രമിച്ച് കീഴടക്കുന്ന ആളാണ്. അങ്ങനെ സംഭവിച്ചു. അദ്ദേഹം പിന്നെ ഞാനത് കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മനസ്സുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് അരപ്പെട്ട കിട്ടിയ ഗ്രാമം. പിന്നെ ഈ പുള്ളിയുടെ സിനിമകളിലൊക്കെ ഞാൻ വരാൻ തുടങ്ങി. ഞാൻ നൊമ്പരത്തിപ്പൂ അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ ചോദിക്കില്ല റോൾ എന്താണെന്ന്. അങ്ങനെ പല കഥാപാത്രങ്ങളും വന്നു. ഒരു സിനിമ നടക്കാതെ പോയി. അത് എന്താണത്, കടൽക്കാറ്റിലൊരു ദൂത് എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ട്. ഞാൻ പേര് കേട്ടു. മനോഹരമായ ടൈറ്റിലാണ്, കടൽക്കാറ്റിലൊരു ദൂത്. അത് ഞാനും ലാലും കൂടെ അഭിനയിക്കാൻ മൊറീഷ്യസിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അത് എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊന്ന് കാസനോട് തന്നെ ഷൂട്ട് ചെയ്യണം, അത് നടക്കാതെ പോയി. ഈ പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് അദ്ദേഹത്തിനോട് കഥ ചോദിക്കാമെന്ന് പതിവില്ല. കാണാമറയത്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ഐവിശേഷി സംവിധാന സിനിമകൾക്ക് എഴുതിയിട്ടുണ്ട് പുള്ളി. ഉണ്ട് കാണാമറയത്ത്.
നിങ്ങളുടെ ഡയറക്ടർ എന്ന് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പഴയ ആൾക്കാരല്ലേ, എന്നെക്കാൾ മുമ്പ് അറിയുന്നവരല്ലേ നിങ്ങൾ, കമ്പനി അങ്ങനെയാണ് കാണാൻ പറയത്തുണ്ടാകുന്നത്. കാണാമറയത്തുന്ന സിനിമയുടെ പിറവിക്ക് മുമ്പുള്ള ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അറിയുന്ന ആളുകൾ പ്രേക്ഷകർ അറിയുന്നത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കൂടെവിടേക്ക് വിളിച്ചപ്പോഴും ഈ നൊമ്പരത്തിപ്പൂവിൽ ഞാൻ പ്രധാന കഥാപാത്രമല്ല. അറിയാം അറിയാം. അത്രത്തും ഭയങ്കര മെച്യൂരിറ്റി അന്നേയുള്ള ആ കഥാപാത്രങ്ങളൊക്കെ തരാൻ ധൈര്യം കാണിച്ച ആളാണ്. വാണിജ്യ വിജയങ്ങൾ നേടിയിട്ടില്ലാത്ത സിനിമകൾ ഉണ്ടാകുമ്പോഴും നല്ല സിനിമയുടെ പാതയിൽ തന്നെ പുതിയ വിഷയങ്ങൾ അന്വേഷിച്ച് നടത്തിയ യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതെ, മുമ്പരത്തി പോകുന്നൊരു വലിയ സാമ്പത്തിക വിജയം ഉണ്ടാകില്ലാത്ത, പക്ഷെ അത്ര വലിയൊരു സിനിമയല്ല, അങ്ങനെ ഒരു ചിലവാക്കിയ അതിനു വേണ്ടി ചിലവഴിക്കുന്ന പണത്തെക്കുറിച്ചും പുള്ളിക്ക് ബോധമുണ്ടായിരുന്നു. പത്മരാജൻ എന്ന് പറയുന്ന പ്രഖ്യാത സിനിമാ പ്രവർത്തകരെ നമ്മൾ ഓർത്തു വയ്ക്കുകയാണ് കാലത്ത്. പപ്പേട്ടൻ്റെ ശരിക്കുള്ള സിനിമകളെ പറ്റിയല്ല പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നൊമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ ആരും ആലോചിക്കാത്ത സിനിമകളാണ്. അങ്ങനെ കാര്യങ്ങൾ സിനിമ ആലോചിക്കൂ. ആ പേര് പോലെ നൊമ്പരത്തിപ്പൂ, അതായത് മനുഷ്യത്വം നമ്മളിൽ എല്ലാവരിലും ഇങ്ങനെ, അതായത് വന്നു പോകുന്ന ഇങ്ങനെ കുമിളകൾ പോലെ വന്ന് പൊട്ടി 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 പോകുന്ന മനുഷ്യത്വം നമുക്ക് കാണാം. സ്നേഹം കാണാം, വാത്സല്യം കാണാം, അനുകമ്പ കാണാം. ആ സിനിമ നമ്മളെ എവിടെയൊക്കെ ഇങ്ങനെ പിടിച്ച് കുലുക്കുന്നതാണ്. അതിന് പലപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകളല്ല. അല്ല, അതിന് ഇപ്പോൾ ഗുരുദത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്ന് കാഗസ് കെ ഫൂൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ സിനിമ വാണിജ്യ വിജയമായിരുന്നില്ല. അല്ല, പിന്നീട് പിൽക്കാലത്ത് പിന്നീട് ചരിത്രത്തിൽ ആ സിനിമയ്ക്ക് ഒരു പേരുണ്ട്, സ്ഥാനമുണ്ട്. പപ്പേട്ടൻ്റെ പല സിനിമകൾക്കും ആ അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ ആരാധകനായി മാറുന്നത് തൃഷ്ണയിലൂടെ. എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഭയങ്കര ലജ്ജയാണ്. പലപ്പോഴും എന്നെപ്പോട് തന്നെ പുച്ഛവും അവജ്ഞയും ഭയവും ആശങ്കയും ഒക്കെയാണ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വാഗ്വാദങ്ങളും ഒരുപാട് തർക്കങ്ങളും. മാസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടം തർക്കം, പ്രധാന ജോലി എപ്പോഴും തർക്കിക്കുക. തർക്കോസ്കിയാണ്. നമുക്ക് ഉടനെ തന്നെ തൃഷ്ണയുടെ സംവിധായകനിലേക്ക്. തൃഷ്ണയാണ് എന്നെ MTയുടെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ ആരാധകനായി മാറുന്നത് തൃഷ്ണയിലൂടെ. എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഭയങ്കര ലജ്ജയാണ്. പലപ്പോഴും എന്നെപ്പോട് തന്നെ പുച്ഛവും അവജ്ഞയും ഭയവും ആശങ്കയും ഒക്കെയാണ്. അവിടെ നിന്ന് ഞാൻ ഇത്രത്തോളം വളർന്നു വന്നു തന്നെ ഒരു സമാധാനം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. കാരണം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കണമെന്നുള്ളൊരു ആവേശവും അഭിനയത്തിനോടുള്ള അതിഭയങ്കരമായ അഭിവാഞ്ചയും അല്ലാതെ എൻ്റെ കയ്യിൽ അഭിനയം ഇല്ലായിരുന്നു. മനസ്സിലാവുന്നേ നമ്മൾ, എൻ്റെ കയ്യിൽ ഈ വിദ്യ അറിയില്ല, എനിക്ക് വിദ്യയില്ല. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞാണിന്മേൽ കളിയാണ് തൃഷ്ണ. ഞാനതുകൊണ്ടാണ് ആ പടം വീണ്ടും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറയാറുണ്ട്. കാരണം ഇത്രയും പരിചയവും ഇത്രയും ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഗ്രാഹ്യമുള്ള കാലത്ത് ആ സിനിമ അഭിനയിച്ചാൽ കുറച്ചുകൂടെ എന്താ പറയുക, സാധാരണ കഥാപാത്രത്തോട് നീതി പുലർത്താൻ സാധിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പപ്പേട്ടൻ്റെ മറ്റേ സിനിമയും, മറ്റേ അരപ്പട്ട കെട്ടിയ ഗ്രാമം. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിനകത്തെ സക്കറിയ എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു നായകൻ ഒരു മലയാള സിനിമ കണ്ടു. സക്കറിയുടെ കാര്യത്തിൽ ഒരു പ്രേക്ഷകർക്ക് എനിക്ക് വിയോജിപ്പുണ്ട്. സക്കറിയ ഏറ്റവും ഭംഗിയായി തന്നെയാണെന്ന്. പക്ഷെ എനിക്കത് കാണുമ്പോൾ ഇപ്പോഴും അതിനേക്കാളും നമ്മൾ ആഗ്രഹങ്ങളാണ്. കാരണം സക്കറിയെ പറ്റി എനിക്ക് തോന്നിയത്, ആകാശം ഇടിഞ്ഞ് നേരെ സക്കറിയയുടെ നേരെ വന്നാൽ ഇങ്ങനെ അങ്ങ് കൈ പിടിക്കും. അവിടെ നിർത്താനുള്ള ചങ്കൂറ്റമുള്ള, അങ്ങനെയൊന്നും പലപ്പോഴും ഒരു നായകൻ ഉണ്ടാവില്ല. 10 പേര് ഇടിക്കുമായിരിക്കും, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ചങ്കൂറ്റം ഭയങ്കരമാണ്. എന്തിനേയും നേരിടാനുള്ള കരുത്തും ശക്തി. നമ്മൾ പപ്പേട്ടനിലേക്ക് വീണ്ടും തിരിച്ചു ശശിയേട്ടനിലേക്ക്. ഐവി ശശിയെ ഞാൻ പണ്ട് ചാൻസ് ചോദിച്ച് നടന്ന കാലത്തെ പരിചയമുള്ള ആളാണ്. അദ്ദേഹം എനിക്ക് ഉത്സവം കണ്ട ഓർമ്മയുണ്ടോ? ഉത്സവം കണ്ട കാലത്തൊക്കെയാണ് ആ പറഞ്ഞ പോലെ ഈ നമ്മുടെ പല കാലത്ത് ഓരോ കാലഘട്ടത്തിലും നവസിനിമകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഉത്സവം ശരിക്കും പറഞ്ഞാൽ ഒരു നവസിനിമ, ന്യൂ ജനറേഷൻ സിനിമ ആരംഭിച്ചതാണ്. ഉത്സവം അതിൽ അന്നത്തെ ഈ പറഞ്ഞ പോലെ മുരടൻ വില്ലനുമായ KP ഇമ്രാൻ നായകൻ. അപ്പോൾ അത് അന്നത്തെ കാലത്തൊക്കെ ഒരു അദ്ദേഹം വളരെ ലോലമനസ്കനായ അല്ലാത്ത കഥയാണ്. കുടിവെള്ളമാണ് വിഷയമാക്കി ഈ ഗ്രാമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വീപുകളിലേക്ക് വെള്ളം കൊണ്ടുപോകും. പക്ഷേ ഐവി ശശി എന്ന സംവിധായകൻ സിഗ്നേച്ചർ ഇട്ടു ആ സിനിമയുടെ. ശശി എന്ന സംവിധായകൻ ആരംഭിച്ചു എന്ന് മാത്രമല്ല, അന്നത്തെ ഏറ്റവും വില കൂടിയ താരങ്ങളുടെ പുറകെ അദ്ദേഹം ആ സിനിമ അന്ന് വിജയമാണ്, സാമ്പത്തിക വിജയമാണ്. അത് വലിയ അനുഗ്രഹമാണ്. അല്ല, വില കൂടിയ താരങ്ങളുടെ പുറകെ പോവാതെ ഇവരെ പോലുള്ള രണ്ടാം നിരക്കാരെ കുറെ കാലം പുള്ളി സിനിമ ചെയ്തു. അല്ല, പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ ആ ഒരു ശ്രേണിയിൽ കുറേ നല്ല വിഷയങ്ങളൊന്നും ഒരുപാട്. ഐവി ശശി എന്ന് പറയുന്ന ഒരു സംവിധായകൻ സ്റ്റാർ ആയിരുന്നു. ഒരുപാട് സിനിമകൾ അദ്ദേഹം ഒരു പലരുടെയും കോമ്പിനേഷനിൽ. ശശിയേട്ടൻ്റെ സിനിമകളുടെ ഒരു ജനകീയ അടിത്തറ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിൽ ദാമോദരൻ മാസ്റ്ററാണ്. മാസ്റ്റർ കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടിരിക്കും. അത് വലിയ
മാസ്റ്ററൊക്കെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പോകേണ്ട കാര്യമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പോഴൊക്കെ വളരെ 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 കുറച്ച് ഉള്ള പൂക്കൾ മുഴുവൻ വെതറിയിട്ട് അങ്ങ് പോയ ആളാണ്. മാസ്റ്ററായിട്ട് നമുക്ക് എല്ലാവർക്കും എപ്പോഴും യുദ്ധമാണല്ലോ. യുദ്ധമാണ് എന്നും എപ്പോഴും മാസ്റ്റർ പടയാളിയാണ്. ഞാനൊക്കെ നടത്തിയിട്ടുള്ളത് ഈ പ്രായത്തിൻ്റെ അതിരുകൾ വിട്ടിട്ടുള്ള പ്രായമില്ല പുള്ളിക്കില്ല. എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. പക്ഷേ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള എപ്പോഴും സുഹൃത്തുക്കളെ പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് തന്നെ ആക്ടർ നടത്തിയിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങളുണ്ടല്ലോ ഈ വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ റൂമിലൊക്കെ. ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാഷുമായിട്ടുള്ള ഡിസ്കഷനുകളിൽ പലപ്പോഴും ഒരുപക്ഷെ അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം പിന്നീട് ആ സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കുറച്ചുകൂടെ റൂഡും വളരെ റസ്റ്റിക്കുമായിട്ട് ലാംഗ്വേജ് ഉപയോഗിച്ച സിനിമകളിൽ വരാറുണ്ട്. അത് ഒരുപക്ഷെ അത് സ്വാധീനിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വാഗ്വാദങ്ങളും ഒരുപാട് തർക്കങ്ങൾ. മാസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടം തർക്കം. പ്രധാന ജോലി എപ്പോഴും തർക്കിക്കുകയാണ്. പക്ഷേ ഈ തർക്കിച്ച് പോയ മാഷ് നമ്മൾ ഒരിക്കലും അദ്ദേഹവുമായിട്ട് ഒന്ന് തെറ്റിപ്പിരിയാൻ സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഗതികേട്. എന്തോരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും മാഷുമായിട്ട് തെറ്റിപ്പിരിയല്ലോ. മാഷുമായിട്ട് പിന്നെയും സ്നേഹിച്ചേ പിരിയുള്ളൂ എപ്പോഴും. മാഷ് തിരക്കഥയിൽ അഭിനയിച്ചിട്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അഹിംസ അല്ലേ? അതെ, അഹിംസ. അത് എന്തിനാണ് എന്നെ ആ സിനിമയിലേക്ക് അഭിനയിപ്പിക്കാൻ വിളിച്ചത്, എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും ഞാൻ ഈ തൃഷ്ണയുടെ ഷൂട്ടിംഗ് എടുക്കുമ്പോൾ ഐ വി ശശി അദ്ദേഹം തൻ്റെ ഷൂട്ടിങ്ങാണ്, ശശിയേട്ടൻ്റെ ഷൂട്ടിങ്. ശശി ഞാൻ ചേട്ടനല്ല, ശശി സാറെന്നാണ് വിളിക്കുന്നത് കേട്ടോ. ശശി സാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ദാമോദരൻ മാസ്റ്ററും നമ്മുടെ അബ്ദുള്ളക്കയും KTC അബ്ദുള്ളക്കയും എനിക്ക് തോന്നുന്നു പ്രദീപം വേണുവട്ടനും കൂടെയാണ് തോന്നുന്നത് കൊടൈക്കനാലിൽ ഒരു മലയിറങ്ങി ഇങ്ങനെ വരുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ ദാമോദരൻ മാഷ് എനിക്കറിയാം, ഞങ്ങളൊരു സിനിമ എടുക്കുമ്പോൾ നിങ്ങളതിനകത്തൊരു വേഷം ചെയ്യണം. ആയിക്കോട്ടെ. അങ്ങനെയാണ് അത്. വളരെ അദ്ദേഹം ഇങ്ങനെ അച്ചടി ഭാഷ ചില തുടങ്ങുമല്ല, പിന്നീട് മാറുമെങ്കിലും. അങ്ങനെയാണ് മാഷ് ഞാൻ ആദ്യം കാണുന്നത്. പക്ഷേ ഞാൻ മാഷ് ഒരു സിനിമാതരനായിട്ട് വളരെ ആരാധനയോടുകൂടി കണ്ടിട്ടുണ്ട്. അഭിനയിച്ച സിനിമ നഗരമേ നന്ദിയിൽ നല്ല പോയിന്റ്. അന്നൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഈ കാർട്ടൂണുകളൊക്കെ ഉണ്ടല്ലോ, കാർട്ടൂണുകളിൽ കാണുന്നൊരു കഥാപാത്രം മാഷ് ഇങ്ങനത്തെ മുടി ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ടൈറ്റ് പാൻറ്റ് ടൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരാളായിട്ടാണ് അതിനകത്ത് നഗരമേ അഭിനയിക്കുന്നത്. പ്രേംനസീറിൻ്റെ ഏറ്റവും വലിയ അനിയനായിട്ട്. അന്ന് ദാമു എന്നായിരുന്നു ടൈറ്റിൽ. കോഴിക്കോട്ടുകാർക്കിടയിൽ നല്ല ഒരു ആക്ടർ ട്രെയിനർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് മലയാളത്തിലുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള. അപൂർവം ചിലരിൽ ഒരാൾ, ഏറ്റവും പ്രതിഭാശാലി ഒരാളാണ്. അതുപോലെ മികച്ച തിരക്കഥാകൃത്തും കൂടിയാണ് ജോർജ് സാർ. കെ ജി ജോർജ് നമ്മളെ ഇവിടെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പല നടന്മാരെക്കാളും നല്ല ആക്ടർ. ഞെട്ടിപ്പോയിരുന്നു. ഓക്കെ, അതായത് ഞെട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ ജോർജ് സാറിൻ്റെ രീതിയിലും രൂപത്തിലും ഒരു ആക്ടർ അങ്ങനെ കാണിക്കുന്നതിൻ്റെ 100% കാണിച്ചാൽ വലിയ ആക്ടർ. ഒരു സിനിമയിൽ അഭിനയിച്ച എല്ലാ നടന്മാരും എല്ലാ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും ഗംഭീരമായി എന്ന് തോന്നിയിട്ട് എനിക്കൊരു സിനിമയെ പറയാൻ തോന്നുന്നു. എൻ്റെ അറിവിൽ അത് സേവനീയാണ്. അതെല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനമുണ്ട്. ഓരോ ആക്ടറടുത്ത് പറയും, ഓരോ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ഈ മേള എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ ആക്ഷൻ സീനുണ്ട്. അതിന് സ്റ്റണ്ട് മാസ്റ്റർ ഒന്നുമില്ല, പുള്ളി അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ. അപ്പോൾ എനിക്കിതൊന്നും പരിചയമില്ലല്ലോ. അങ്ങനെ പുള്ളിയെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നിട്ട് ചവിട്ടാൻ പറഞ്ഞു, ഞാൻ ചവിട്ടി, പുള്ളി കൂടി ചവിട്ടുകൊണ്ട് പുള്ളി വീണു. കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ ഡയറക്ടറെ ചവിട്ടിയാണ് ഞാൻ സ്റ്റണ്ട് പഠിക്കുന്നത്. അല്ല, അതിന് പോലും അന്ന് തയ്യാറായിരുന്നു. പുള്ളി വീഴുന്നു. ഞാൻ പുള്ളിയുടെ ഒരു ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് ഈ സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ്. എറണാകുളത്ത് ഇങ്ങനെ നമ്മൾ ചാൻസ് ഏത് സിനിമയിലാണ് നമ്മൾ വിളിക്കുന്നത് അറിയില്ലല്ലോ. അങ്ങനെ പോയി ഓണപ്പുടവ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ശാരദ ബഹദൂർ, അവരൊരു ഫാമിലി സിനിമയാണ്. ഞാനിങ്ങനെ രാത്രി ഷൂട്ട് ചെയ്യണം. ജോർജ് സാറ് ഈ രാത്രി ഈ സ്ത്രീയെ ശല്യപ്പെടുത്തുന്ന ഒരു മദ്യപാനി, അന്ന് ആ ഭാഗത്ത് അവിടെയുള്ള ഏതോ ഒരാൾ അഭിനയിക്കുന്നു. ഏകദേശം രാത്രി ഒരു 7:30 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 11:30 മണി വരെ ഈ ഒരു ഷോട്ടിൽ ഇയാൾ അഭിനയിക്കുന്നില്ല. ഇയാൾ അഭിനയിക്കുന്നു, ഇയാൾ വീണ്ടും കാണിച്ചു കൊടുക്കുന്നു. ഇയാൾ അഭിനയിച്ച് ശരിയാവുന്നില്ല, ജോർജ് സാർ വീണ്ടും കാണിച്ചു കൊടുക്കും. അതായത് അവിടെ നിന്ന് ഈ സ്ത്രീ ചവിട്ടിയേക്കും, ഈ മനുഷ്യൻ അവിടെ കിടന്ന് ഉരുണ്ടുപേരുണ്ട് നടക്കുകയും മറ്റാൾ അത്ര എഫർട്ട് എടുക്കുന്നില്ല, ഈ അഭിനയിക്കാൻ വന്നാണ്. ഇതൊരു നല്ല ആക്ടിങ് ക്ലാസ് ആയിരുന്നല്ലേ? അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഈ പുള്ളി ഈ 7:30 മണി മുതൽ 11:30 മണി വരെ ജോർജ് സാർ ഞാനത് കഴിഞ്ഞ് മടുത്തു. എങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത് വിചാരിച്ചു പോയി. ഞാൻ ഇത്രയോ കഷ്ടപ്പെടേണ്ടി വരുമോ? നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും നമുക്ക് മുഖത്തൊക്കെ ഇമോഷൻ ഇങ്ങനെ കാണാം.
അതുപോലെ പുള്ളി പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊരു ഇമോഷൻ അയാളിങ്ങനെ നമുക്ക് അത് നമ്മൾ ഇങ്ങനെ കയറും നമുക്ക്. അത് ഞാൻ അന്ന് മുതലും ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കണ്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. എനിക്കൊന്ന് അങ്ങനെയുള്ളൊരു ഭയങ്കര ക്ലാസ് ഒന്നും കിട്ടിയ ആക്ടറില്ല കേട്ടോ. ഒരുപാട് അഭിനയത്തിൻ്റെ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പല 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 ക്ലാസ്സുകളായില്ലേ, ഓരോ തരത്തിലുള്ള ഓരോ ക്ലാസ്സല്ലേ. ഒരു വേഷം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് നമുക്കിറങ്ങാം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനെ നമ്മളിലേക്കാക്കാം. രണ്ട് രീതികളുണ്ട്. അല്ല, അങ്ങനെയുള്ള ഇതിൻ്റെ സങ്കേതങ്ങളെക്കുറിച്ച് അറിയുക, അതിൻ്റെ ടെക്നിക്കുകളെക്കുറിച്ച് അറിയുക, അങ്ങനെയുള്ള അതെങ്ങനെ വരാൻ പറ്റും, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും പഠിച്ചിരിക്കുക. ഈ സംവിധായകരുടെയും എഴുത്തുകാരുടെയും ഒരു വലിയ നിര തന്നെ ഉണ്ട്. ഓരോരുത്തരെ കുറിച്ചായിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് ജം കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പേരിലേക്ക് പോവാണ്. മോഹൻലാൽ. മോഹൻലാലിന് ഞാനും കൂടെ ആദ്യം അഭിനയിക്കുന്നത് ഞാൻ മോഹൻലാലിൻ്റെ അച്ഛനായിട്ടാണ് ആദ്യം അഭിനയിച്ചത്. അവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ചെന്നിറങ്ങി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ തിയേറ്ററിൽ കണ്ടോ? സിനിമ തിയേറ്ററിൽ കണ്ടു. സിനിമ കണ്ടാണ് ഞങ്ങളെ കാണുന്നത്. അപ്പോൾ ഞാനും ഈ പടയോട്ടം സിനിമയുടെ ഷൂട്ടിങ്ങിന് അഭിനയിക്കാൻ ചെന്നപ്പോൾ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റലിലെ കഥയാണ്. അപ്പോൾ കഥാപാത്രം ഏതാണെന്നൊക്കെ പറഞ്ഞ് സിബിയോട് ചോദിച്ചറിയാം. അന്ന് പോലെ എനിക്ക് ആ സിനിമയും ചേർത്ത് ഒരു സിനിമയില്ല അന്ന്. വേണ്ടാത്ത അനാവശ്യമായ ഈ ദുസ്വഭാവങ്ങളും അങ്ങനെയുള്ളൊരു രീതിയൊക്കെ ഉണ്ട് നമുക്ക്. എൻ്റെ കഥ എന്താണ്, ഏതാണ് കഥാപാത്രം, ഇന്ന് അതിൽ ഏത് റോളാണ് ഞാൻ അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല. ഇത് സിനിമയിൽ മറ്റേ ഇതിലില്ലാത്ത കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റലിൽ പിന്നെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയതാണ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അവിടെ ചെന്നു ഞാനൊരു താടിയൊക്കെ വളർത്തി, ഒരു ജുബയൊക്കെ ഇട്ട്, തുണി സഞ്ചിയൊക്കെ ഇട്ടാണ് അവിടെ നിന്ന് പോകുന്നു, ജീൻസൊക്കെ ഇട്ട്, മുടിയൊക്കെ വളർത്തി, ഒരു ബുദ്ധിജീവി. അവിടെ നിന്ന് ഈ അപ്പച്ചൻ സാറുണ്ട്, ഡയറക്ടർ ജിജോ ഉണ്ട്, പ്രിയദർശനുണ്ട്, ശങ്കർ, മോഹൻലാൽ, സിബി ഉണ്ട്. സിബിയാണ് മറ്റാണ് എൻ്റെ പേര് പറഞ്ഞത്. നമ്മുടെ ഈ പറഞ്ഞ വിവരക്കേടോ അധിക പ്രസംഗിത്തരോ ഒക്കെ ആവാം. അവരെല്ലാവരും കൂടെ നിൽക്കുന്ന സ്ഥലത്തൊരു കട്ടിലിടും. ഞാൻ ആ കട്ടിലേക്ക് ഞാൻ കിടന്നു. ഇരുന്നൂറ് ഞാനിങ്ങനെ കിടന്നു. കഥ പറയൂ. ഈ ലോകത്തൊരാളെ കിട്ടാഞ്ഞിട്ട് ഞാനെന്തോ മെർലിൻ ബ്രാൻഡോ മറ്റാണെന്നുള്ള ലൈനിലാണ് ഞാൻ, അങ്ങനെ എന്നെ വിളിപ്പിച്ചിരിക്കുക എന്നുള്ള ലൈനിലാണ് ഞാൻ പോയിരിക്കുന്നത്. ആലോചിക്കണം. അധിക പ്രസംഗവും വിവരക്കേടും എല്ലാം കൂടെ ഉണ്ട്. അപ്പച്ചനോടെ നിൽക്കുന്നു. കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, കഥ അവിടെ ഒന്ന് പറയും. അവർക്ക് വിട്ടിത്തരം കണ്ടപ്പോൾ മനസ്സിലായി ഇയാൾ ശരിയല്ല എന്ന്. എന്നിട്ട് എല്ലാവരെയും കൂടെ, അപ്പോൾ ലാലൊക്കെ വളരെ ഭവ്യതയോടെ അപ്പച്ചൻ സാറിനെ പപ്പ എന്നാണ് വിളിക്കുന്നത്, പ്രിയദർശൻ പപ്പ എന്നാണ് വിളിക്കുന്നത്, ശങ്കർ പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പച്ചൻ സാറിനെ എല്ലാവരും ജിജോയൊക്കെ വിളിക്കുന്ന പോലെയാണ് വിളിക്കുന്നത്. ഞാൻ അപ്പച്ച എന്നാണ് വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ അന്നേ പോലെ കുഴപ്പമാണ്. അവരെല്ലാവരും കൂടെ താമസിക്കുന്നത് ഇതുപോലൊരു ഗസ്റ്റ് ഹൗസിലാണ്. എന്നെ അവിടെ ഗാർഡൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മലമ്പുഴത്തൊക്കെ എടുത്തു. അതിന് ശേഷമാണ് ഞങ്ങൾ ഈ പരിചയപ്പെടുന്നത്. ആ ഒരു സൗഹൃദം ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു നമ്മുടെ ഉള്ളൊരു വളർച്ച. ഒരുപാട് സിനിമകളിൽ ലാൽ ആദ്യമൊക്കെ വില്ലൻ വേഷങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ ഈ തമാശകൾ ഒരുപാട് ഉണ്ടാക്കും ലൈഫിൽ. അങ്ങനെ ഈ അഹിംസയുടെ സമയത്ത്, ഷൂട്ടിംഗ് സമയത്ത് ഞാനിങ്ങനെ മോഹൻലാലിനെ പറ്റി പറയും. മോഹൻലാലിനെ ഈ സിനിമയിൽ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ശേഷാറിന് അറിയത്തില്ല, താമര മാഷും പുള്ളി അറിയത്തില്ല. അതിന് ശേഷമാണ് ഒരു വേഷത്തിന് വിളിച്ചത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ 1-2 പടത്തിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. അങ്ങനെ ആ സൗഹൃദം അങ്ങനെ വളർന്ന് ഒരുപാട് സിനിമകൾ, ഏകദേശം 10-60 സിനിമ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നായകനും വില്ലനും നായകന്മാരായിട്ടും അങ്ങനെ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയായി, ആ 2 കമ്പനി 2ആക്കി. ഈ ആദ്യം ഒരുമിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ കൂടെ അഭിനയിക്കുന്ന ആളിൻ്റെ അഭിനയിച്ച സിനിമകളിലോ അല്ല മറ്റു സിനിമകളോ കണ്ടിട്ട് ലാലിൻ്റെ ആക്ടർ ഉള്ളിൽ ശരിക്കും അത്, ഞാൻ അന്ന് ലാലിനെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതൊരു തമാശയാണ്. അടൂർ ഭാസിക്ക് തിക്കൃഷിയിലുണ്ടായ മകനാണ് ലാലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 പേരുടെയും ഗുണങ്ങളുണ്ടായി. അത് ലാലിന് ഓർമ്മ ഉണ്ടാവും. അടൂർ ഭാസിക്ക് തിക്കൃഷിയിലുണ്ടായ മകനായിരുന്നു അന്ന്. പക്ഷേ അതിനുശേഷമൊക്കെ മാറി, ആ രീതികളൊക്കെ മാറി. ലാൽ നായകനായി. അങ്ങനെ ഒരു ആക്ടർ എന്ന നിലയിൽ ലാൽ ഒരുപാട് വളർന്നു. ഇപ്പോഴത്തെ മോഹൻലാലായി. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടല്ലേ നിൽക്കുന്നത് വളർച്ചയും. ഇപ്പോൾ ഞാൻ ഒരുപക്ഷെ എൻ്റെ സിനിമകളിൽ ലാൽ കണ്ടതിനേക്കാൾ കൂടുതൽ ലാലിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി അങ്ങനെ ആദ്യം സിനിമ കാണാത്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴൊക്കെ സിനിമ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എല്ലാ സിനിമകളും കാണും. ഞാൻ ലാലിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ലാലിൻ്റെ സിനിമകളുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ലാലിൻ്റെ സിനിമകളെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമകളുണ്ട്. പിന്നെ കുറേ കാലത്തേക്ക് ഒന്നിച്ച് അഭിനയിക്കുന്നൊരു വലിയ ആകർഷണമായി അങ്ങനെയൊക്കെ വന്നല്ലോ. പിന്നെ 2 താരങ്ങളായി, 2 നടന്മാരായി.
എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ലേ. അവാർഡ് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടും, ഇക്കൊല്ലം അയാൾക്ക് കിട്ടും, അടുത്തുള്ള അങ്ങനെ ഈവൻ നാഷണൽ അവാർഡ് പോലും നമ്മൾ അങ്ങനെ ലെവലിൽ വന്നില്ലേ. ലോഹിദാസിനെ ഓർക്കേണ്ടിയിരിക്കുന്നതാണ്. ലോഹിദാസ് ഞാൻ കാണുന്നത്, എനിക്ക് ഇടക്കാലത്ത് കുറേ സിനിമകൾ മോശമായി വരും, ഞാൻ എന്നെ സിനിമയിൽ നിന്ന് തള്ളി എന്ന് പറയുമ്പോഴും എനിക്ക് 10-30 സിനിമകളുടെ കാലമുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വേറൊരാളുടെ പേര് ലോഹിദാസിനെ ഞാൻ ആദ്യം കാണുന്ന ഒരു ബിനാമി എഴുത്തുകാരനായിട്ട്. എന്താണ് കുറച്ചുകൂടെ സഭ്യമായി പറയുന്നത്, ഗോസ്റ്റ് റൈറ്ററായിട്ട്. ലോഹിദാസ് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ളായിരുന്നു. മറ്റേ പറഞ്ഞ പോലെ ഞാൻ പിന്നീട് അറിഞ്ഞാണ് ആളാണ് ഇയാളെന്ന്. ഒരു ചെറിയ പൊക്കമുള്ള കുറഞ്ഞൊരു മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ഒരു സിനിമ ഞാൻ അഭിനയിച്ചാണ്. ഞാൻ ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്നത്, പക്ഷേ എൻ്റെ റോളാണ് അതിനകത്തുള്ളൊരു സിനിമയുടെ ഒരു പിവറ്റൽ റോൾ. ആ സിനിമയുടെ സംവിധായകൻ ഈ മറ്റേ എഴുത്തുകാരൻ, അതായത് വളരെ പ്രസിദ്ധനായ ഒരു നോവലിസ്റ്റാണ്. അയാൾ എഴുതി കൊണ്ടുവന്നത് ഇയാൾ തിരുത്തുകയാണ്, ലോഹിദാസ്. എന്തിന് ലോഹിദാസ് അത് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ തിരുത്തിക്കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് ഈ സംവിധായകൻ, ഇയാളൊന്നും ചെയ്തിട്ട് വലിയ സംവിധായകനല്ല, ഇങ്ങനെ കയറിയിട്ട് അയാളെ മുഖത്തെറിഞ്ഞിട്ടോ, ആ ലോഹിദാസിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തൊരു ഇൻസൾട്ടാണ്. ഒന്നും അറിയാതെ ലോഹി ഇങ്ങനെ നിൽക്കണം. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ മുഖത്തേക്ക് ഈ പേപ്പർ വലിച്ചെറിയുന്നത്? ഞാനൊരു സഹായം ചെയ്യാൻ വന്നാണല്ലേ, ഞാനെന്തോ ദ്രോഹം ഈ സിനിമയ്ക്ക് ചെയ്തു, അല്ല എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ആലോചിച്ചിട്ടുണ്ടാകും. ആ സിനിമ ഇടയ്ക്ക് നിന്നു, പിന്നെ അങ്ങോട്ട് തുടരാൻ പറ്റാതെ. പിന്നീട് ഈ പറയുന്ന പോലെ സിനിമകൾ മാറി. ഞാൻ ന്യൂഡൽഹിക്ക് ശേഷം തനിയാവർത്തനത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കും. അതിൻ്റെ സ്ക്രിപ്റ്റ് ലോഹിദാസാണ്. അപ്പോൾ മറ്റേ സിനിമക്കാരൻ വന്നു, അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും കൂടെ വന്നു. നമുക്കത് ബാക്കിയൊന്ന് ചെയ്യണം. അവനെ ബാക്കി എഴുതണം, ഇയാൾ എഴുതണം എന്നാ ഞാൻ പറയാം. ലോഹി അതിനും ഗോസ്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു. അതാണ് ലോഹിദാസ് ഞാനും ആയിട്ടുള്ള ആദ്യത്തെ ബന്ധം. ആ ലോഹിദാസിൻ്റെ എനിക്കിപ്പോഴും ഉണ്ട്. ലോഹിദാസിൻ്റെ പ്രൊട്ടക്ടറായിരുന്നു. ഒരു ന്യൂ ഇയറിനാണ് വാത്സല്യത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം ഒരു രാത്രി ഒരു ന്യൂ ഇയർ ആഘോഷിക്കും നമ്മൾ സെറ്റിൽ. എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെടിക്കെട്ടൊക്കെ കത്തിച്ച് ആഘോഷിക്കും. അതൊരു 12 മണിക്ക് ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് ഹാപ്പി ന്യൂ ഇയർ വിളിച്ച് എന്നെ ലോഹി കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല, ഒരു കാരണവുമില്ല. ലോഹി കുറേ നേരം ഇങ്ങനെ പൊട്ടി കരഞ്ഞു. ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു. കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒന്നും പറയാതെ, വാക്കുകളൊന്നും വേണ്ട അവിടെ, ഒന്നും അറിയില്ല. അപ്പോൾ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വരും എൻ്റെ അടുത്ത്. എഴുത്ത് മാത്രമല്ല, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വരും. എഴുത്തിന് ഈ പറഞ്ഞ കഥ കിട്ടാതാകുമ്പോൾ വരും, കഥ പറയും, ഞാൻ അഭിനയിച്ചോ അല്ലാത്തതൊക്കെ. അങ്ങനെയൊക്കെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ കിട്ടും. അവസാന കാലമായപ്പോൾ ഞാൻ സുഖമില്ല എന്നുള്ളവർ അറിഞ്ഞിട്ട് ഇയാളെ സമ്മതിക്കുന്നില്ല. 3 ബ്ലോക്കുണ്ട്, ഓപ്പറേഷൻ സമ്മതിക്കണം. ഞാൻ വിളിപ്പിച്ചു, ചീത്ത പുലഭ്യം പറഞ്ഞു, ഞാൻ ഏർപ്പാട് ചെയ്യാം, അത് ഞാൻ ചെയ്യാം, ഞാൻ പോയിട്ട് ചെയ്യാം, ശരിയാക്കാം. ഭയമാണ് പുള്ളിക്ക്. ഞാൻ എവിടെയോ പോയി തിരിച്ചു വന്നപ്പോൾ ഇത് കഴിഞ്ഞു. എന്തിനാ ഇതൊക്കെ? പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ കാര്യങ്ങളും പലപ്പോഴും നമുക്ക് വിഷമം തോന്നിയിട്ട് എന്ത് പറയാൻ പറ്റും. ആദ്യം സിനിമ സംവിധാനം ചെയ്തത്, ആ കഥ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നിന്നാണ്. ഭൂതക്കണ്ണാടി ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ കഥ എഴുതണം. ഞാൻ രജനീകാന്തുമായിട്ടൊന്നും വലിയ ദളപതിയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുപ്പായി. ഞാൻ അദ്ദേഹത്തിനോട് ഈ കഥ പറഞ്ഞു, ഞാൻ അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് വലിയ വാർത്തയായി. കുറേ ആ ഡയറക്ഷൻ്റെ ആവേശം എനിക്ക് അങ്ങ് അടങ്ങി. ഒരു ലോഹി പറഞ്ഞാൽ ശരി, ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ അഭിനയിക്കുക. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം ഡയറക്റ്റ് ചെയ്തത്. നമുക്ക് എന്തെങ്കിലും നല്ല വേഷമൊക്കെ തന്നിരുന്ന ആൾക്കാരൊക്കെ ഇട്ടിട്ട് പോയി. ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വത്തും പണമൊക്കെ എല്ലാം പോയി. ഇനിയും ഓരോരുത്തർ വീടിൻ്റെ വാതിൽക്ക് പോയി ഇരയ്ക്കേണ്ട അവസ്ഥയാണ് നമുക്ക്. ഒരു നിർധനനായ നടന്റെ വേദനയാണ്. കാരണം ഒരു പോയിട്ടൊരു അങ്ങനത്തെ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികളും ചിന്തിക്കുന്നുണ്ട് മമ്മൂക്ക സിനിമകൾ, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് അഭിനയിക്കാൻ. അല്ല, അത് എനിക്കൊരു വലിയൊരു ഭാഗ്യം തോന്നുന്നത്, സാധാരണയൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സീനിയറായി കുറച്ചുകൂടെ എന്താ പറയുക ഏജിങ് ആക്ടേഴ്സാണ്. നമ്മൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന നടന്മാരാണ്. അപ്പോൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന നടന്മാർക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ലൈൻ ചെയ്ത് കഥാപാത്രങ്ങളാക്കാം. നമ്മൾ ചെയ്യേണ്ടിരുന്ന വേഷങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കും. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഏജിങ് ആൾക്കാരായിട്ട് പോലും നമ്മളിപ്പോഴും പ്രധാന കഥാപാത്രം, ഞാൻ നായകനെന്ന് അവകാശപ്പെടുന്നില്ല, പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ.
അത് ഇനി പുതിയ തലമുറയ്ക്ക് വളരെ ആ കാര്യത്തിൽ ഞാൻ അവരോട് വളരെ നന്ദിയുള്ളവരാണ്. കാരണം അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. ഹോളിവുഡിലൊക്കെ എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ പോയിട്ടൊന്നുമില്ല, ഒരു 50-60 ദിവസം ഒരു ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അതിൽ 20 ദിവസം പ്രധാന നടൻ ഉൾപ്പെടെ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാർ കൂടെ ചേർന്നിട്ടുള്ള 20 ദിവസം ഈ സിനിമയുടെ വർക്ക്ഷോപ്പാണ്. ഞാൻ ശരിക്കും അങ്ങനെ ഒരു സിനിമ നിർമ്മാണ രീതി സ്വപ്നം കാണുന്ന ആളാണ് കേട്ടോ. പക്ഷേ നമുക്കത് ഒരുപാട് കാര്യങ്ങളിൽ ഈ സാമ്പത്തിക അച്ചടക്കം അതിനൊക്കെ സഹായിക്കുമെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഏറ്റവും അവസാനം ഒരു ഷോട്ട് എടുക്കാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന ഇംപ്രവൈസേഷൻ. സാർ, അത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ 20 ദിവസം ഇംപ്രവൈസേഷനാണ് നടക്കുന്നത്. 20 ദിവസങ്ങളിൽ ഇംപ്രവൈസേഷൻ നിങ്ങളുടെ പടത്തിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളതും എടുത്തു കളയാനുള്ളതും പുതുതായിട്ട് ചേർക്കാനുള്ളതും എല്ലാം അപ്പം നടക്കും. കുറേ നാളുകളായിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മൾ സിങ് സൗണ്ട് എടുക്കണം. അതായത് ഒരിക്കലും നമ്മൾ അഭിനയിച്ച രീതിയിൽ ഒരു ശ്വാസം പോലും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു സംഘർഷം നമ്മളിലുണ്ടാവും. ഡബ്ബിങ്ങിൻ്റെ അത്രയും ബുദ്ധിമുട്ട് പിടിച്ചൊരു പണിയില്ലെന്നുള്ള പക്ഷക്കാരണം ഉണ്ട്. പക്ഷേ അതിനകത്തൊരു ഡയലക്റ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡയലക്റ്റിൻ്റെ നമുക്കറിയാം, നമ്മൾ പ്രാഞ്ചിയിലെ ഡയലക്റ്റ് മുഴുവൻ കറക്റ്റ് ചെയ്ത് നമുക്ക് 12 ദിവസം. എന്തുകൊണ്ടാണ് രഞ്ജി നമ്മളത് ചെയ്തത്? നമ്മളത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതുകൊണ്ടല്ലേ. നേരത്തെ നമ്മളിതിനോട് റിഹേഴ്സ് ചെയ്യുകയും നമ്മളിതിന് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമായിരിക്കും. അല്ല, ഇനി എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങൾക്ക് 20 ദിവസം വരാം. പൂർണ്ണമായി ഞാൻ രഞ്ജി, അടുത്ത പടത്തിന് 20 ദിവസം ഞാൻ റിഹേഴ്സലിന് വരാം. ഞാൻ മാത്രം വന്നുകൊണ്ട് കാര്യമില്ല. കൈരളി ടിവിയുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഞാൻ വരാൻ തയ്യാറാണ് സാർ. നിങ്ങൾക്ക് എത്ര ദിവസം വേണം വർക്ക്ഷോപ്പ്? ഞാൻ വരാം അടുത്ത സിനിമയ്ക്ക്. എന്താ പ്രശ്നം? നമുക്ക് ഉടനെ ഓണത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഓണത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേര് ഓർത്തു. അതൊക്കെ തന്നെയായിരിക്കാം ചെയ്യാവുന്ന വലിയ കാര്യം. അല്ലാതെ ഗോപിയേട്ടൻ ഓർക്കണ്ടേ? അല്ല, പേരുകളും ഈ ലിസ്റ്റൊന്നും പൂർണ്ണമല്ല. ഇത് കഴിയുമ്പോൾ എത്രയോ പേരുടെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മലയാളത്തിലെ സിനിമയിൽ ഇത്തം പര്യന്തമുള്ള നടന്മാരിൽ ഏറ്റവും നല്ല നടൻ ഗോപിയേട്ടൻ. ഇത്തം പര്യന്തമുള്ള നടൻ ഇന്ന് വരെ മലയാള സിനിമ ഒരുപാട് എല്ലാ മഹാന്മാരായ നടന്മാരെ എല്ലാവരെയും മനസ്സരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഞാൻ പറയാണ്, അദ്ദേഹത്തിന് മുമ്പും പിമ്പും ഇല്ല. അദ്ദേഹത്തിൻ്റെ കാലം മാത്രമേ ഉള്ളൂ. ഒരു സംശയമില്ല, ഭരത് ഗോപി തന്നെയാണ്. പ്രതിഭാസമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ അതുപോലെ അത് നമുക്ക് വിധിയില്ലാത്ത ആളാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ശാരീരികാസ്വസ്ഥയായി. പിന്നീട് അദ്ദേഹത്തിന് അതൊരിക്കലും തിരിച്ചു കിട്ടിയില്ല. ശാരീരികാസ്വസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓണക്കാലത്ത് നമ്മോടൊപ്പം ഇല്ലാതൊരു ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വരുന്ന ചേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ച് ഞാൻ അദ്ദേഹത്തിന് എത്തട്ടെ. അറിയാം, പോയി കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നപ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ട് അദ്ദേഹം. ഒരുപാട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ മനസ്സിലാവുന്നുണ്ട്. അതായത് ഇരിക്കുന്ന അധികം സംഭാഷണമില്ലാത്ത ഒരാൾ എല്ലാം ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഈ വാദമൊന്നും പറയുന്നില്ല, ഒരുപാട് കാര്യം പറയുന്നുണ്ട്, നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അത് താമസിയാതെ ശരിയാവുന്ന പറയുന്നത്. അതിൻ്റെ റീഹാബിലിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ഇനി അധികകാലമൊന്നും ഇനി കൂടുതൽ സഹിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ശൂന്യത, അങ്ങനെ ആ ശൂന്യത തന്നെയായിട്ട് കിടക്കുകയാണ് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ശൂന്യത. അമരത്തിൻ്റെ സംവിധായകന് ഓർക്കാതെ ഇത് പൂർണ്ണമാവുന്നില്ല. അമരത്തിൻ്റെ സംവിധായകനും അമരത്തിൻ്റെ തിരക്കഥാകൃത്തും ഞാനും ഭരതേട്ടനും തമ്മിലൊരു ശീത സമരം ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്കറിഞ്ഞു കേട്ടോ, ഞങ്ങൾ തമ്മിൽ അവിടെ ഈ പാഥേയത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ മദ്രാസിൽ നടക്കുമ്പോഴാണ് എന്തോ ഒരു കാരണത്തിൽ ചുമ്മാ പറഞ്ഞതാണ്. ഒരു നോട്ട്ബുക്കുണ്ട്, നോട്ടിങ്ങനെ മറിച്ച് നോക്കുന്നത്. അവിടെ പുള്ളി സംവിധായകനാണ് പ്രധാനം. ഒരു പുൽത്തുരുമ്പ് പോലും എന്നെ കൊണ്ടുപോലും സംവിധായകൻ അഭിനയിക്കാൻ പറ്റും. അടുത്ത പേജിൽ ഞാനതിന് മറുപടി ചെയ്തു, സംവിധായകനെ മറക്കുന്നില്ല, പക്ഷേ നടന്മാരെയാണ് എന്നും ഓർക്കുന്നത്. അടുത്ത പേജ് പുള്ളി വരാൻ ആർതർ കോണൻ ഡോയലിനേക്കാളും ഷെർലക് ഹോംസിനെ അറിയാം, ബ്രാം സ്റ്റോക്കറേക്കാളും ചുമ്മാ അങ്ങനെ ഭയങ്കര പിന്നീട് പുള്ളിയെ മനസ്സിലായി. ചിലർ അങ്ങനെയുണ്ട്. മുരളി, എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ആർക്കും മദ്യ സേവ നടത്താത്തതാണ്, ഞാൻ കഴിക്കാത്തതാണ്. ഞാൻ ജീവിതത്തിൽ ആരെങ്കിലും കുടിച്ചതിന് ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുരളി കുടിച്ചതിന്.
ഇൻസ്പെക്ടർ ബൽറാം, ഞാനും മുരളിയും കൂടെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു ഇമോഷണൽ ലോക്കുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ ഒരു പടത്തിൽ സുഹൃത്തുക്കളായാലും ശരി ശത്രുക്കളായാലും ശരി ഒരു ഇമോഷണൽ ലോക്കുണ്ട്. അമരം കണ്ടാലും ഇൻസ്പെക്ടർ ബൽറാമിനുണ്ട് ശക്തമായ ഇമോഷണൽ ലോക്കുണ്ട്. അത്രത്തോളം ഒരു വികാരപരമായിട്ട് അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ മുരളിക്ക് ഞാൻ ശത്രുവായി. ഞാൻ എന്ത് ചെയ്തിട്ടാ ഒന്നും അറിയില്ല. പിന്നെ അങ്ങ് അകന്നകന്നകന്നുണ്ട്. ഒന്നും ഉണ്ടാവില്ല. ഇത് നല്ല മനസ്സിൻ്റെ തന്നെയാണ് അതും. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ലോഹിതദാസിൻ്റെയൊക്കെ മരണം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു സ്നേഹത്തിലാണ്. ഇത് ഒരിക്കലും എന്താണെന്നറിയാത്തൊരു വ്യഥ ഇപ്പോഴും എനിക്ക്. ഞങ്ങൾക്ക് എന്തായിരുന്നു വിരോധം അതിനോട്? എൻ്റെ അടുത്ത് നമ്മൾ ഏതൊരു സിനിമയിലും എനിക്ക് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മുരളിയുടെ അടുത്ത് ടി വി ആയിട്ട് ചെന്നപ്പോൾ ടി.വിക്കാരി ചെന്നപ്പോൾ മുരളി പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മലയാളത്തിലെ ക്ലൗസ് കിൻസ്കിയാണ് മമ്മൂട്ടി. അക്കിര ദ റാത്ത് ഓഫ് ഗോഡ് എടുക്കുമ്പോൾ മുരട്ടനായ ക്ലൗസ് കിൻസ്കിയെ സംവിധായകൻ കാട്ടിക്കൊണ്ട് നടത്തിയതും അതുപോലെ മമ്മൂട്ടിയെ നമ്മൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും. ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ ആളാണ്, പക്ഷേ ഗ്രേറ്റ് ആക്ടറാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് മുരളി. അല്ല, സ്നേഹമുള്ളിടത്ത് മാത്രമേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് എന്തോ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. ഒരു കാര്യമില്ല കേട്ടോ, എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന പുള്ളിക്കും അഭിപ്രായം ഉണ്ടാവില്ല. പെട്ടെന്ന് പോയി. ഒത്തിരി പേരെ ഓർക്കാൻ ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഉള്ളവരും വലിയ ആശ്വാസം. ഒത്തിരി പേര് ആരെയും ഇനി നമുക്ക് അധികാരമൊന്നും നഷ്ടപ്പെടാതെ എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ എപ്പോഴും. അതെ, അതന്നെ വലിയൊരു കാര്യം. ഇതൊക്കെ തന്നെയാണ് ഓണവും. അതെ, ഓണത്തിൻ്റെ ഓണ സമയത്ത് നമ്മളിങ്ങനെ പായികാരം പറച്ചിലായിപ്പോയി അല്ലേ? എൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്ന ഒരു അതിസാഹസത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും അതിൻ്റെ ഒരു ടെൻഷനും നമുക്ക് തരാതെ ഞാൻ അല്ല. രഞ്ജിയിൽ ഒരുപാട് പ്രതീക്ഷ മലയാള സിനിമയ്ക്കുണ്ട്. രഞ്ജിയിലുണ്ടായിരുന്ന വളർച്ച, മാറ്റം, എന്താ പറയുക, പരിണാമങ്ങൾ, മെറ്റമോർഫോസിസ് ഉണ്ടായിട്ടുണ്ട്. രഞ്ജി തുടങ്ങിയത്, പിന്നീട് നടന്ന സിനിമകൾ, രഞ്ജിയുടെ വൻ കമേഴ്സ്യൽ വിജയങ്ങൾ ഉണ്ടാക്കിയ സിനിമകൾ, രഞ്ജിയുടെ സിനിമകളിലുണ്ടായിട്ടുള്ള സാമൂഹ്യ വിമർശനങ്ങൾ, സാംസ്കാരിക അധപതനത്തിനെതിരെയുള്ള രഞ്ജിയുടെ അഭിപ്രായങ്ങൾ, അങ്ങനെയൊക്കെ ഒരു മലയാളത്തിൽ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സാഹിത്യ ശാഖ ഉണ്ടാകും. അതിനെപ്പറ്റി എന്താ രഞ്ജിയുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഈ ശരിക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മളെ ആദ്യം സ്പർശിക്കുന്നത് എന്തോ അത് സിനിമയാക്കാനുള്ള ശ്രമം ഉണ്ടാവും. സിനിമയ്ക്ക് വേണ്ടി കഥ ആലോചിക്കുക എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ അപകടം തുടങ്ങുന്നത്. ഞാൻ പുതിയതായിട്ട് വന്ന കഥാകൃത്തുക്കളോട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സിനിമ കണ്ട് കഥ ഉണ്ടാക്കരുത്, ജീവിതം കണ്ട് കഥ ഉണ്ടാക്കരുത്, മാത്രം മതി. അപ്പോൾ ഇത്രയും സമയം നൽകിയതിന് കൈരളി TV-ക്ക് വേണ്ടി ചെയർമാനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.